യാഷ് നായകനായി എത്തുന്ന ടോക്സിക് എന്ന ചിത്രത്തിന്റെ ടീസർ പുറത്തിറങ്ങിയതോടെ ഇന്ത്യൻ സിനിമാ ലോകം വീണ്ടും ഒരു കന്നഡ വിസ്മയത്തിനായി കാത്തിരിക്കുകയാണ്. KGF ശേഷം യാഷിൻ്റെതായി എത്തുന്ന അടുത്ത ബിഗ് ബജറ്റ് ചിത്രം എന്നതിലുപരി മലയാളിയായ ഗീതു മോഹൻദാസ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നു എന്നത് മലയാളി പ്രേക്ഷകർക്കും ഇരട്ട ആവേശമാണ് നൽകുന്നത്. ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട മൂത്തോൻ എന്ന ചിത്രത്തിന് ശേഷം ഗീതു ഇത്രയും വലിയ ഒരു മാസ് ആക്ഷൻ സിനിമയുമായി എത്തുന്നത് തന്നെ സിനിമാ പ്രേമികളെ ഞെട്ടിക്കുന്ന സർപ്രൈസ് ആണ്. യാഷിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് പുറത്തിറങ്ങിയ ഇൻട്രൊഡ്യൂസിംഗ് റായ എന്ന ടീസർ വിഷ്വൽ ട്രീറ്റ് എന്ന വാക്കിന് പുതിയ അർത്ഥങ്ങൾ നൽകുന്നു. റായ എന്ന നിഗൂഢ കഥാപാത്രമായി യാഷ് പ്രത്യക്ഷപ്പെടുമ്പോൾ വിന്റേജ് ലുക്കും സിഗരറ്റ് പുകയിലൂടെ തുളച്ചു കയറുന്ന കണ്ണുകളും ചേർന്ന് ഒരു ഐക്കോണിക് മാസ് ഇമേജ് പിറക്കുന്നുണ്ട്. ടീസറിലെ ഡാഡീസ് ഹോം എന്ന ഡയലോഗ് ഇതിനകം തന്നെ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിക്കഴിഞ്ഞു. ഗീതു മോഹൻദാസ് എന്ന ക്രാഫ്റ്റ്സ് വുമണിന്റെ ഫ്രെയിമുകളിൽ യാഷ് എന്ന മാസ് ഐക്കൺ എത്തുമ്പോൾ ഓരോ ഷോട്ടിലും ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് വ്യക്തമാണ്. ഒരു ശവസംസ്കാര ചടങ്ങിനിടെ ആയുധങ്ങളുമായി എത്തുന്ന റായയുടെ അവതരണം, ഒരു മലയാളി സംവിധായകയുടെ ഭാവനയിൽ വിരിയുന്ന ഈ കാഴ്ച ഏതൊരു മലയാളിക്കും അഭിമാനിക്കാവുന്ന നിമിഷമാണിത്. യാഷിനെ കൂടാതെ നയൻതാര, കിയാര അദ്വാനി, താര സുതാരിയ, രുക്മിണി വസന്ത് എന്നിവരടങ്ങുന്ന ശക്തമായ താരനിരയും ചിത്രത്തിന്റെ മറ്റൊരു ആകർഷണമാണ്. ഗോവ പശ്ചാത്തലത്തിൽ നടക്കുന്ന മയക്കുമരുന്ന് മാഫിയയുടെ കഥയാണ് ടോക്സിക് പറയുന്നതെന്ന സൂചനകളാണ് ടീസർ നൽകുന്നത്. എന്നാൽ സ്ത്രീപക്ഷ നിലപാടുകൾ ശക്തമായി അവതരിപ്പിച്ചിട്ടുള്ള ഗീതു മോഹൻദാസ് ഇത്രയും ടോക്സിക്കായ ഒരു പുരുഷ കഥാപാത്രത്തെ കേന്ദ്രമാക്കി സിനിമ ഒരുക്കുമ്പോൾ അതിനു പിന്നിൽ ചില ഗൗരവമുള്ള സാമൂഹിക നിരീക്ഷണങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയും ആരാധകർ ഇതിനോടകം പങ്കുവെക്കുന്നുണ്ട്. 2026 മാർച്ച് 19 ചിത്രം തിയേറ്ററിൽ എത്തുമ്പോൾ ബോക്സ് ഓഫീസിൽ പുതിയ ചരിത്രം കുറിക്കുമെന്നതിൽ സംശയമില്ല. യാഷിന്റെ സ്റ്റൈലിഷ് ആക്ഷനും ഗീതു മോഹൻദാസിന്റെ ക്രിയേറ്റീവ് വിഷനും ഒന്നിക്കുമ്പോൾ ടോക്സിക് ഒരു സാധാരണ മാസ് സിനിമയല്ല, ഒരു ക്ലാസിക് ആക്ഷൻ പീരിയഡ് ഡ്രാമയായി ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ഇടം പിടിക്കുമെന്നുറപ്പ്.